ഇപ്പോൾ എനിക്കറിയാം, സഞ്ചാരത്തിലെയോ സഫാരിയിലെയോ ഏത് പരിപാടിയും ഒരാളുടെയും അസാന്നിധ്യം കൊണ്ട് നിന്നു പോവില്ല. പല പണികൾ അറിയുന്ന, എല്ലാ ജോലികളിലും ഇടപെടാൻ കഴിയുന്ന മിടുക്കന്മാരായ ചെറിയൊരു സംഘമാണെങ്കിൽ കൂടി ഒരു പുതിയ തലമുറയെ ഞാനിവിടെ വളർത്തിയെടുക്കുന്നത്. അവർ ലോകത്ത് പരാജയപ്പെടുന്നവരായിരിക്കില്ല, ജീവിതത്തിൽ വിജയിക്കുന്നവരെ ഞാൻ വാർത്തെടുക്കുന്നത്. അവർ നാളെ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം. അതിന് നേതൃത്വം കൊടുക്കുക ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു കൊടുക്കുന്നത്, അവർക്കൊരു മാതൃകയാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാൻ കഴിയുമെന്നാണ്. കേരളക്കരയാകെ അത്ഭുതത്തോട് നോക്കുന്ന ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. പരസ്യങ്ങളില്ലാതെ ഒറ്റയ്ക്കൊരു ചാനൽ നടത്തുന്നു. ലോകം മുഴുവൻ ഒരു ക്യാമറയുമായി സഞ്ചാരം നടത്തുന്നു. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പാഠപുസ്തകത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ലേബറന്തി എന്ന സ്ഥാപനം നടത്തുന്നു. ഈ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ലാഭങ്ങൾ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, ലാഭങ്ങൾ നോക്കിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മനുഷ്യൻ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയും, മനുഷ്യൻ അതിനപ്പുറത്തേക്ക് അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടുപോകാൻ കഴിയും എന്ന വലിയ സത്യം. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലരും സ്വയം കുറച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വന്തം കഴിവുകളെ താഴ്ത്തി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു മനുഷ്യനിലുള്ള യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യലിലേക്ക് നോക്കാൻ ആഗ്രഹിക്കാത്തവരാണ് മിക്കവരും. പക്ഷേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നടക്കാനുള്ള വലിയ സൗഭാഗ്യം അവൻ്റെ കയ്യിലുള്ളപ്പോൾ അവൻ എന്തുമാത്രം ചെയ്യാൻ കഴിയുമെന്നത് ഒരത്ഭുതമാണ്. എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളെ അവന് സ്പർശിക്കാൻ കഴിയും, എത്രയോ പേരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും, എത്രയോ നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. മനുഷ്യൻ അവനുദ്ദേശിക്കുന്നതിനപ്പുറത്തൊരു പൊട്ടൻഷ്യൽ, അവനുദ്ദേശിക്കുന്നതിനപ്പുറത്ത് ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തിൽ ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ അന്ധനായ മനുഷ്യൻ എറിക് വെഹിൻമേയർ പറയുന്നൊരു കാര്യമുണ്ട്. പീപ്പിൾ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ടു തിങ്കിങ് അബൌട്ട് ജസ്റ്റ് വൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീസെറ്റ് മാതൃകയിൽ ജീവിക്കാനാണ് സൊസൈറ്റിയും സമൂഹവും ഇഷ്ടപ്പെടുന്നത്. ഒരു രീതി വിജയകരമായി തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വിജയകരമായി തോന്നിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതേ ഫിലോസഫി അനുസരിച്ചിട്ട് എല്ലാവരും ജീവിക്കാൻ, അതേ തിയറികൾ തന്നെ സ്വന്തം കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ, ഒരു വിജയകരമായ റിസ്ക് ഇല്ലാത്ത ഫോർമുല എല്ലാവരുടെയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ് സമൂഹം ശ്രമിക്കുന്നത്, എല്ലാവരും ശ്രമിക്കുന്നത്. പീപ്പിൾ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ടു ദാറ്റ്. മനുഷ്യൻ അതിനപ്പുറത്തേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാചകം ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. ഇൻസൈനിറ്റി, ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്റ്റിംഗ് ഡിഫറെൻറ്റ് റിസൾട്ട്സ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പുതിയൊരു ഔട്ട്പുട്ട്, പുതിയൊരു ഫലം അതിനാഗ്രഹിക്കുന്നത്. നമ്മൾ ലോകത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ഇതുവരെ ആരും യാത്ര ചെയ്തിട്ടില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകണം. ഒരു പുതിയ വഴിയിലൂടെ ചിന്തിക്കാൻ, മാറി നടക്കാൻ നമ്മൾ കാണിക്കുന്ന ധൈര്യമാണ് ലോകത്തിൽ മാറ്റമുണ്ടാക്കുന്നത്, ലോകത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളാകണം. നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷനോട് നമ്മൾ പൂർണ്ണ വിശ്വാസം കൊടുക്കണം. അതനുസരിച്ചിട്ട് ജീവിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. എല്ലാവരും ഇറങ്ങുന്നത് പോലെ ഒരു സേഫ് സോൺ നോക്കിയോ, ഒരു കംഫർട്ട് സോൺ നോക്കിയോ, ഒരു സെറ്റിൽമെൻറ്റ് ജീവിതം നോക്കിയോ ആവരുത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്തികമായ യാത്ര. അതിനപ്പുറത്തേക്ക് നമുക്ക് ലക്ഷ്യങ്ങൾ വേണം, സ്വപ്നങ്ങൾ വേണം. നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. മഹാന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കണം. അതിൽ നിന്നും ശക്തി ഉൾക്കൊള്ളണം.